ശരി വിനോദ്, ഒന്ന് തുടരുക. ഇപ്പോൾ ശ്രീ വിനയൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ വിനയൻ, എങ്ങനെയാണ് താങ്കൾ ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖിന് വെക്കേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിന്റെയും രാജി വന്നിരിക്കുന്നു. രണ്ടും ലൈംഗിക ആരോപണം അതിജീവിതമാർ ഉയർത്തിയ സാഹചര്യത്തിൽ നമ്മളൊരു വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ രണ്ട് രാജിയും അനിവാര്യതയായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇപ്പം സിദ്ദിഖിന്റെ ഒരു ആരോപണം വന്നതോടെ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം അന്വേഷണം നേരിടട്ടെ, അല്ലെങ്കിൽ ഇനി അദ്ദേഹത്തിന്റെ ഭാഗം എന്താണെന്ന് പറയട്ടെ. ശ്രീ രഞ്ജിത്തിന്റെ രാജി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇന്നലെ തന്നെ, കാരണം ഇത് സാംസ്കാരിക വകുപ്പ് മന്ത്രി പുള്ളിയെ സംരക്ഷിക്കുമെന്നൊരു തോന്നലുണ്ടായിരുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പുള്ളി കുറച്ച് അക്കാര്യത്തില് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത്. ഈ രാജി അനിവാര്യതയായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്ന് മാത്രമല്ല, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ഈ ഒരു എന്റെ ഒരു കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കാര്യം, ഞാൻ ഒരു വർഷം മുമ്പ് ഇദ്ദേഹം ഈ പൊസിഷൻ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്ത്രീ വിഷയമാണെങ്കിൽ മറ്റേത് വളരെ വളരെ എന്താ പറയാ, ഒരു പൊസിഷനിൽ അക്കാദമി ചെയർമാൻ എന്നുള്ള തലത്തിൽ ഇരുന്നുകൊണ്ട് ഒരു അവാർഡ് നിർണയത്തിൽ പുള്ളി ഇടപെട്ടു. അത് വലിയ വലിയ ചർച്ചാ വിഷയമായതാണല്ലോ ഇവിടെ. അന്ന് അവാർഡ് ജൂറിയിൽപ്പെട്ട രണ്ടുപേര്, അല്ലാതെ വേറെ ആരും അല്ല ആരോപണം ഉന്നയിച്ചത്. രണ്ടുപേര്, നേമം പുഷ്പരാജും ഒരു ഗായിക ജിൻസിയും എന്ന് പറഞ്ഞു, ഞങ്ങളോട് ഇങ്ങനെ ഒരു പടം മാറ്റി വെക്കണം, ആ പടത്തിന് കൊടുക്കില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു എന്ന് അവരാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഞാനെന്ന മുഖ്യമന്ത്രിക്കും ബഹുമാനായ മുഖ്യമന്ത്രിക്കും കണക്കിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തിട്ട് സജി ചെറിയാനൊന്നും അത് ആ രീതിയിൽ കണ്ടില്ല. അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒന്നും ഗുഡ് ബുക്കിലില്ലാത്ത ഒരാളായതുകൊണ്ടായിരിക്കാം അദ്ദേഹം അതെടുത്ത് ചവച്ചോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അതും ഒരു വലിയ തെറ്റ് തന്നെയാണ്. കാരണം അതൊരു പുതിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ആ നിഷ്പക്ഷമായിട്ട് നടത്തേണ്ട അവാർഡിൽ മാനിപ്പുലേഷൻ നടത്തി എന്ന് പറയുന്നത് തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇത് ഇപ്പോഴത്തെ ഈ രാജിയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു അനിവാര്യതയായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ഇവിടെ വിനയൻ, താങ്കൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തന്നെ മാധ്യമങ്ങളെയൊക്കെ കണ്ടപ്പോൾ വലിയ മാറ്റമൊന്നും ഇത് സിനിമാ മേഖലയിൽ ഉണ്ടാക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ രണ്ട് പ്രമുഖ വ്യക്തികൾക്ക് അവരുടെ സ്ഥാനം രാജിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതിജീവിതമാർ പോലും മാറ്റമാണ്, സമൂഹത്തിൽ ഉൾപ്പെടെ ഒരു മാറ്റം കാണുന്നു, അത് പ്രതീക്ഷ നൽകുന്നു എന്ന് പറയുന്നു. അതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? നല്ല കാര്യമാണ്, അങ്ങനെ ഒരു മാറ്റം വരട്ടെ. എനിക്കതിനകത്ത് ഇത്തിരി ദുഃഖമുള്ളത്, ഈ ഒരു ഞാൻ കൂടി പ്രവർത്തിക്കുന്ന ഒരു മേഖല മുഖത്ത് ഒരു ഭയങ്കര പിന്നെ എന്താ പറയാ, കറുത്ത ഷെയ്ഡായി പോയി എന്നൊരു വലിയ വിഷമമുണ്ട്. അത് മാറട്ടെ. ഇനിയെങ്കിലും അത് പുതിയ ഒരു ജീവനും പുതിയ ഒരു ചൈതന്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ കേട്ടോ. ശരി, വളരെ നന്ദി ശ്രീ വിനയൻ. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. മാറ്റത്തിന്റെ സൂചനകൾ മലയാള സിനിമയിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന പ്രതീക്ഷകളാണ് ഈ നടപടികൾ ഓരോന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ജോഷി ജോസഫ് ചേരുകയാണ്. അദ്ദേഹം